ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് എൻ്റെ ജോലിസ്ഥലത്ത് തിരക്ക് ടൈമിലുള്ള കുറച്ച് വിശേഷങ്ങളാണ്. നമ്മുടെ സ്കിറ്റിന് വേണ്ടിയിട്ട് ആരാധ്യയും സൈന്ധവും എല്ലാവരും റെഡിയാവാൻ വന്നിരിക്കുകയാണ്. അവർ മേക്കപ്പിനും കോസ്റ്റ്യൂം എല്ലാം റെഡിയാക്കിയിട്ട് അവർ മേക്കപ്പിനായിട്ടും ഹെയർ സ്റ്റൈലിനായിട്ടൊക്കെ കാത്തിരിക്കുകയാണ്. ഈ കുട്ടികളുടെ സ്കിറ്റിന് വേണ്ടിയിട്ടാണ്. ഒരാളിവിടെ റെഡിയായോ എന്ന് ചോദിച്ചതിൻ്റെ പുറകെ നടക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ സുമി മുമ്പിൽ വന്ന് പെട്ടത്. സുമി ക്യാമറ കണ്ടപാടെ ഒരു വളിച്ച ചിരിയും പാസ്സാക്കി തലയിൽ ചൊറിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആളെന്നെ എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആരാധയ്ക്ക് ഭയങ്കര നാണം ഈ ക്യാമറ കൊണ്ടു ചെല്ലുമ്പോൾ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ആൾക്കൊരു നാണമില്ല. പിന്നെ ഞാൻ നോക്കിയപ്പോൾ എന്നെ കാണാൻ അത്ര പോരാ. ഞാൻ മുടിയൊക്കെ സ്റ്റൈലാക്കി വെച്ച് ഒന്ന് ഒതുക്കി വെച്ചത് ഒരു പ്രാദേശിനെ പോലെ ആയിരിക്കും ഞാൻ എപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഫേസൊക്കെ ഒന്ന് റെഡിയാക്കി കഴിഞ്ഞിട്ട് വന്നേക്ക് നമ്മുടെ സൂര്യയാണ്. തലയിൽ നിന്ന് എന്താണ് ഈ പുക പോകണമെന്നൊന്നും നോക്കട്ടെ. അവളുടെ തലയിൽ ഒരു കിളിയുമില്ല, ഉള്ളത് കുറച്ച് മുടിയാണ്. ആ മുടി ഞാൻ കുറച്ച് പുകച്ചെടുക്കുന്നുണ്ട്. ഈ പുക കാരണം ഞങ്ങൾക്ക് മേക്കപ്പ് റൂമിൽ നിൽക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞാൻ സൂര്യയുടെ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിമ്പ് ചെയ്യാനാണ്. അത് ക്രിമ്പ് ചെയ്യുമ്പോൾ ഈ പുക വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഓയിലുണ്ടാകും ഹെയറിൽ. അപ്പോൾ സംഭവിക്കുന്നതാണ്. ആൾ ഇപ്പോൾ കുറച്ച് സൈലൻ്റായിരിക്കുന്നതാണ്. ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ ആൾ ഭയങ്കര സൈലൻ്റാണ്. ഹെയർ സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞാൽ ആൾ ഭയങ്കര സംസാരമായിരിക്കും കേട്ടോ. അങ്ങനെ എല്ലാ ഇതും കഴിഞ്ഞ് അടുത്തത് നമ്മുടെ കുട്ടിപ്പട്ടാളത്തിൻ്റെ അടുത്ത് വീണ്ടും ഞാൻ ചെന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ അടുത്ത ടീമിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശംഭു ചേട്ടനാണ് പുറകിലിരിക്കുന്നത്. അറിയാലോ ബാക്കിയുള്ളവരെയൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ അവരെന്നെ കളിയാക്കുന്നുണ്ട്. ഞാൻ പറയും എന്തെങ്കിലുമൊക്കെ എടുക്കണ്ടേന്ന് വിചാരിച്ചെടുക്കണേന്ന് പറഞ്ഞ് വീഡിയോ ഇങ്ങനെ അവരെനിക്ക് പോസ് ചെയ്ത് തന്നെയുണ്ട് കേട്ടോ. അത് നമ്മുടെ ശംഭു ചേട്ടൻ്റെ മോനാണ് കേട്ടോ, ചുവന്ന തൊപ്പിയിട്ട കുട്ടി. അങ്ങനെ ഞാനിങ്ങനെ വീഡിയോ എടുത്തപ്പോൾ അവരെനിക്ക് പോസ് ചെയ്ത് നല്ല ക്ലിയർ ആയിട്ട് ഹായ് ഒക്കെ പറയട്ടെ. അവർക്ക് അറിയില്ലല്ലോ എൻ്റെ സൗണ്ടാണ് ഇതിൽ വരേണ്ടതെന്ന്. അപ്പോൾ ശംഭു ചേട്ടൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് സ്കിറ്റിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവണേണ്. അപ്പോഴും ഞാൻ ഈ ക്യാമറയും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ശംഭു ചേട്ടൻ എന്നോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ഞാൻ ഈ ക്യാമറയിൽ ഇതിങ്ങനെ ക്ലിയർ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എവിടെ തല കിട്ടുമ്പോൾ വാലില്ല, വാല് കിട്ടുമ്പോൾ തലയില്ല. അതാണ് എൻ്റെ അവസ്ഥ. അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെയോ എടുത്ത് പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ എന്നെ തന്നെ എടുക്കാൻ വേറെ വഴിയില്ലല്ലോ വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ ആ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രീ ആയിരിക്കുന്ന ടൈമിൽ ഇങ്ങനെ ചാരി കിടക്കണേ. അങ്ങനെ നമ്മുടെ സൂര്യ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ മുല്ലപ്പൂവൊക്കെ വെച്ച് കൊടുത്ത് സെറ്റാക്കി നിർത്തിയിട്ടുണ്ട് ആളെ.